ഹായ് ഫ്രണ്ട്സ്, എവർക്കും PSC ഓൺ ദ റോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒരു വിജ്ഞാനയാത്ര. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന സംസ്ഥാനം ബംഗാളാണ്, അഥവാ പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ നമുക്ക് വെസ്റ്റ് ബംഗാളിന്റെ ലൊക്കേഷൻ അല്ലെ, ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാം അല്ലെ, മാപ്പിനകത്ത് നിങ്ങൾക്ക് കാണാം. വലതുവശത്തായിട്ട് വെസ്റ്റ് ബംഗാളിന്റെ അഥവാ ബംഗാളിന്റെ ജില്ലകളടങ്ങിയ മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ബംഗാൾ സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. ആദ്യമായിട്ട് സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ 14 സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്ന സംസ്ഥാനം തന്നെയാണ് ഇത് വെസ്റ്റ് ബംഗാൾ അഥവാ ബംഗാൾ. ബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്ത. ഓക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നഗരം തന്നെയാണ് കൊൽക്കത്ത. മുൻപത്തെ പഴയ പേര് കൽക്കട്ട എന്നായിരുന്നു അല്ലെ. ഹൈക്കോടതി ആസ്ഥാനവും ഏത് തന്നെയാണ്? കൽക്കട്ട അഥവാ കൊൽക്കത്ത തന്നെയാണ്. ഇതിന്റെ വിസ്തീർണം 88,752 ചതുരശ്ര കിലോമീറ്ററാണ്. വെസ്റ്റ് ബംഗാൾ അഥവാ ബംഗാൾ സംസ്ഥാനത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് 88,752 ചതുരശ്ര കിലോമീറ്റർ. ജില്ലകളുടെ എണ്ണം 19 ആയിരുന്നു. ഇപ്പം പിന്നെ 4 ജില്ലകൾ കൂടി വന്നു. ഇപ്പോൾ 23 ജില്ലകളാണ് നിലവിലുള്ളത്. ഓക്കെ, നിലവിൽ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 16, ലോക്സഭാ മണ്ഡലങ്ങൾ 42, നിയമസഭാ മണ്ഡലങ്ങൾ 294. ഓക്കെ, ജനസംഖ്യയും മറ്റു കാര്യങ്ങളും എല്ലാം സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി പുതിയ സെൻസസ് റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസരിച്ച് മാറാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അത് പഠിച്ചു പോകുക. സെൻസസ് നമ്മുടെ PSCയുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ് എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വരാറുണ്ട്. ബംഗാളിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ ആണ്. വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ ചിത്രത്തിൽ കാണാമല്ലേ, കഴുത്തിന്റെ ഭാഗത്തായിട്ട് വെള്ള നിറമുള്ള എന്താണ് കിങ്ഫിഷർ. ഓക്കെ, ഔദ്യോഗിക മൃഗം പൂച്ചയാണ്. ഔദ്യോഗിക പുഷ്പം മുല്ല, ജാസ്മിൻ അല്ലെ, ജാസ്മിൻ മുല്ലപ്പൂ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂ, അതാണ് വെസ്റ്റ് ബംഗാളിന്റെ ഔദ്യോഗിക പുഷ്പം. ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ്. ഓക്കെ, ബംഗാളിയാണ് ഔദ്യോഗിക ഭാഷ. പ്രാചീന കാലത്ത് വംഗദേശം, വംഗനാട്, ഗൗഡദേശം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇത് ഇന്നത്തെ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് വംഗദേശം, വംഗനാട്, ഗൗഡദേശം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇത് ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ അഥവാ ബംഗാൾ. ഓക്കെ, മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, പാലവംശം തുടങ്ങിയവ ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ച രാജവംശങ്ങളാണ്. ഇപ്പൊ മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, പാലവംശം തുടങ്ങിയവ എന്താണ് ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാജവംശങ്ങളാണ്. ഇനി ചരിത്രം എടുത്തു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ നമ്മുടെ പ്ലാസി യുദ്ധം. 1757 1757 പ്ലാസി യുദ്ധം. ഓക്കെ, അപ്പൊ 1757 സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിലൂടെ തോൽപ്പിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം തുടക്കം കുറിച്ചതും എവിടെയാണ്? ബംഗാളിലാണ്. ഓക്കെ, ബംഗാളിലാണ് എന്ത് നടന്നത്? പ്ലാസി യുദ്ധം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. ഓക്കെ, നെല്ല്, ചണം എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അപ്പൊ ഇന്ത്യയിലെ നെല്ലും ചണവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇത് ബംഗാൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയമായ സിദ്രോപോങ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലാണ്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ഷമിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയമായ സിദ്രോപോങ് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലാണ്. ഡാർജിലിംഗ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിന് അസാമിനോട് ചേർത്ത് കിടക്കുന്ന വെസ്റ്റ് ബംഗാളിലെ പ്രദേശമാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് ഡാർജിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ നദീജനീയ കണ്ടൽക്കാടായ സുന്ദർബൻസ്, ഇതിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്ന ഏതാണ്? സുന്ദർബൻസ് ആണ് അല്ലെ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജനീയ കണ്ടൽക്കാട് ഫോറസ്റ്റ് ഏതാണ്? സുന്ദർബൻസ് ആണ്. അത് വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിൽ 3 റെയിൽവേ ഗേജുകളുള്ള ഏക റെയിൽവേ സ്റ്റേഷനായ സിലിഗുരി എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിലെ 3 റെയിൽവേ ഗേജുകളുള്ള ഏക റെയിൽവേ സ്റ്റേഷനായ സിലിഗുരി നിലവിലാണ് കേട്ടോ. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. സിലിഗുരിയുടെ പ്രത്യേകത എന്താ? സിലിഗുരി ഇടനാഴിയുണ്ട്. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്നത് സിലിഗുരി ഇടനാഴിയാണ്. അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് ഇത്, സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ സിലിഗുരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കാം. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി. 1948 ഇനി റാണിഗഞ്ച് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്. റാണിഗഞ്ച് എന്ന് പറയുന്ന കൽക്കരി ഖനി, കോൾ മൈൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IIT നിലവിൽ വരുന്നത് എവിടെയാണ്? ഖരഗ്പൂർ ആണ്. ഖരഗ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് IIT നിലവിൽ വരുന്നത്. അത് ഖരഗ്പൂർ ആണ്. ഖരഗ്പൂർ എവിടെയുള്ള സ്ഥലമാണ്? വെസ്റ്റ് ബംഗാൾ അഥവാ ബംഗാളിലുള്ള സ്ഥലമാണ്. ബംഗാളിലെ നിയമസഭാ മന്ദിരത്തെ വിളിക്കുന്ന പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. ബംഗാളിലെ നിയമസഭാ മന്ദിരത്തെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്ന പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. ഓക്കെ, അല്ല, വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 30% സംവരണം അനുവദിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏതു തന്നെയാണ്? ബംഗാളാണ്. വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിലെ 30% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏതു തന്നെയാണ്? ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അയോധ്യ ഹിൽസ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ ഹിൽസ്. അയോധ്യ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. എന്നാൽ അയോധ്യ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ് അയോധ്യ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ വെസ്റ്റ് ബംഗാളിലെ ആകർഷകമായ സ്ഥലങ്ങളാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം, സുന്ദർബൻസ് നാഷണൽ പാർക്ക്, ജൽദാപാറ വന്യജീവി സങ്കേതം, ഹസർ ദൗരി കൊട്ടാരം, കൽക്കട്ട മ്യൂസിയം, ഡിഖ ബീച്ച്, ഡാർജിലിംഗ്, ബിർള പ്ലാനറ്റോറിയം, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങി ഇതെല്ലാം പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. എവിടെയുള്ള? വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ സുന്ദർബൻസ്, ജൽദാപാറ, ഹസർ ദൗരി, കൽക്കട്ട മ്യൂസിയം, ഡിഖ ബീച്ച്, ഡാർജിലിംഗ്, ബിർള പ്ലാനറ്റോറിയം, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് കൊൽക്കത്തയെ കുറിച്ചാണ്. വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്ത. തുടക്കത്തിലേ പറഞ്ഞല്ലേ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് കൊൽക്കത്ത. അപ്പൊ കൊൽക്കത്തയുടെ പഴയ പേര് എന്ന് പറയുന്നത് കാളിഘട്ട് എന്നാണ്. കാളിഘട്ട് എന്നറിയപ്പെടുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത. കൊൽക്കത്തയുടെ വിശേഷണങ്ങളാണ് ശാസ്ത്ര നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ആഹ്ലാദ നഗരം. ഇതെല്ലാം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ ആരറിയപ്പെടുന്നു? കൊൽക്കത്ത എന്ന നഗരം അറിയപ്പെടുന്നു. ശാസ്ത്ര നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ആഹ്ലാദ നഗരം അല്ലെങ്കിൽ സിറ്റി ഓഫ് ജോയ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നഗരമാണ് ഇത് കൊൽക്കത്ത. 1773 മുതൽ 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനവും ഏത് തന്നെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു. 1773 മുതൽ 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം, അവരുടെ ക്യാപിറ്റൽ, ആ സമയത്തെല്ലാം അവരായിരുന്നല്ലോ ഇന്ത്യ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു അന്ന്. ഓക്കെ, വെറും ഇന്ത്യയല്ല, ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു. അപ്പൊ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. പിന്നീടാണ് ന്യൂഡൽഹിയിലേക്ക് മാറ്റുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. ഹൂഗ്ലി നദി എന്നാണ് എഴുതിയിരിക്കുന്നത്, ക്ഷമിക്കുക, തെറ്റുന്നതാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത.
ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. തുറമുഖങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഇനി പഠിക്കും. അല്ലാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ തുറമുഖങ്ങൾ നമുക്ക് പഠിക്കേണ്ട വിഷയം തന്നെയാണ്, പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഓരോ മേജർ തുറമുഖം, മേജർ പോർട്ടിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് ഏത്? കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ അഥവാ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. 1984 ആദ്യമായിട്ട് ഇന്ത്യയിലെ ഭൂഗർഭ റെയിൽവേ അഥവാ മെട്രോ റെയിൽവേ വരുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് ആരംഭിച്ച നഗരം അല്ലെങ്കിൽ ആരംഭിച്ചത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്ത നഗരത്തിലാണ്. 1835 ആദ്യമായി മെഡിക്കൽ കോളേജ് സ്ഥാപിതമായതും 1862 ആദ്യമായി ഹൈക്കോടതി നിലവിൽ വന്നതും ഇവിടെ തന്നെയാണ്? കൊൽക്കത്തയിൽ തന്നെ. 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതും 1862 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹൈക്കോടതി നിലവിൽ വന്നതും ഇവിടെ തന്നെയാണ്? കൊൽക്കത്തയിൽ തന്നെ. പൂർവ്വ റെയിൽവേ, ദക്ഷിണ പൂർവ്വ റെയിൽവേ, കൊൽക്കത്ത മെട്രോ എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. അപ്പോ പൂർവ്വ റെയിൽവേ, ഈസ്റ്റേൺ റെയിൽവേ, ദക്ഷിണ പൂർവ്വ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, കൊൽക്കത്ത മെട്രോ എന്നീ റെയിൽവേ സോണുകളുടെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക് ഗാർഡൻ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇത്? ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക് ഗാർഡൻ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1854 ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിതമായതും കൊൽക്കത്തയിലാണ്. ചണം അറിയില്ലേ? 1854 ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ, ജൂട്ട് മിൽ സ്ഥാപിതമായത്. ഓക്കെ. 1996 ഇന്ത്യയിലെ ആദ്യ പാരിസ്ഥിതിക ബെഞ്ച് സ്ഥാപിതമായത് കൊൽക്കത്ത ഹൈക്കോർട്ടിലാണ്. കൊൽക്കത്ത ഹൈക്കോർട്ടിലാണ് എൻവയോൺമെന്റൽ ബെഞ്ച് സ്ഥാപിച്ചത്. എവിടെ? കൊൽക്കത്ത ഹൈക്കോർട്ട്. ഇന്ത്യയിലെ ആദ്യമായിട്ട് പാരിസ്ഥിതിക ബെഞ്ച് സ്ഥാപിതമായത് കൊൽക്കത്ത ഹൈക്കോർട്ടിലാണ് 1996. ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥാപിതമായതും കൊൽക്കത്തയിലാണ്. ഇപ്പൊ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ്. രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 1914 ഒന്നാം ദേശീയ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായതും 2013 ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്, അതായത് 100ാമത്തെ ദേശീയ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായതും ഇവിടെ തന്നെയാണ്? കൊൽക്കത്തയിലാണ്. ദേശീയ ശാസ്ത്ര കോൺഗ്രസ്, നാഷണൽ സയൻസ് കോൺഗ്രസ്, അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടെ തിരുവനന്തപുരം, തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസും എന്ത് ചെയ്തിട്ടുണ്ട്? സയൻസ് കോൺഗ്രസിന് വേദിയായ സ്ഥലം തന്നെയാണ്. ഓക്കെ. അപ്പൊ 1914 ആദ്യമായിട്ട് സയൻസ് കോൺഗ്രസ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഒന്നാം ദേശീയ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ 2013 100ാമത്തെ ദേശീയ സയൻസ് കോൺഗ്രസിന് വേദിയായതും കൊൽക്കത്ത തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഹൗറ ബ്രിഡ്ജ്, അല്ലെ? കാണാം, കണ്ടിട്ടുള്ളതാണല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഹൗറ പാലം, അല്ലെ? ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് രവീന്ദ്ര സേതു എന്നാണ്. രവീന്ദ്ര സേതു എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഹൗറ ബ്രിഡ്ജ്, ഹൗറ പാലത്തെയാണ്. കാൽപന്ത് കളിയുടെ ഈറ്റില്ലം എന്ന് വിശേഷിക്കപ്പെടുന്നതും ഏത് തന്നെയാണ്? കൊൽക്കത്ത. നമ്മൾ ഈ പറയുന്ന എല്ലാം കൊൽക്കത്തയാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയെ കുറിച്ചാണ് നമ്മൾ കുറച്ചു നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നതും കൊൽക്കത്തയിലാണ്, അല്ലെ? ഹൂഗ്ലി നദിക്ക് കുറുകെയായിട്ടുള്ള ഹൗറ പാലം, അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് രവീന്ദ്ര സേതു. അതുപോലെ കാൽപന്ത് കളിയുടെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും കൊൽക്കത്ത തന്നെയാണ്. ഏഷ്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്നത് ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഏഷ്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്നത്.
ലോർഡ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പൊ ഏഷ്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്നത് ഈഡൻ ഗാർഡൻസ് ആണ്. ഓക്കെ, നരേന്ദ്രമോദി സ്റ്റേഡിയം, ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതായിരുന്നു? ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം ആണ്. ഓക്കെ, ഇപ്പോൾ ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. നിലവിലെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മമതാ ബാനർജി. മമതാ ബാനർജിയാണ് നിലവിലെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നിലവിലെ ഗവർണർ ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ ആണ് നിലവിലെ വെസ്റ്റ് ബംഗാൾ അഥവാ ബംഗാളിന്റെ ഗവർണർ എന്ന്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ പ്രധാന സ്ഥാപനങ്ങളിൽ ഏതൊക്കെയാണ് കൊൽക്കത്തയിൽ ആസ്ഥാനമായിട്ട്, കൊൽക്കത്തയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കാണുന്നത് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണശാല, ഗാർഡൻ റിച്ച്. ഓക്കെ, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. സെൻട്രൽ ജ്യൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ജ്യൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചണം, ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? വെസ്റ്റ് ബംഗാൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ, ജൂട്ട് മിൽ സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പൊ സെൻട്രൽ ജ്യൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ആസ്ഥാനവും കൊൽക്കത്ത തന്നെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, അതിന്റെ ആസ്ഥാനം ഏത് തന്നെയാണ്? കൊൽക്കത്തയാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മ്യൂസിയം, നാഷണൽ ലൈബ്രറി, കോളറ റിസർച്ച് സെന്റർ. ഇത്രയും സ്ഥാപനങ്ങളുടെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ഇത്രയും സ്ഥാപനങ്ങളുടെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? കൊൽക്കത്തയാണ്. ഒരു വായിക്കാം. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കപ്പൽ നിർമ്മാണശാലയാണ്. സെൻട്രൽ ജ്യൂ ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മ്യൂസിയം, നാഷണൽ ലൈബ്രറി ആൻഡ് കോളറ റിസർച്ച് സെന്റർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തൽക്കാലം കൊൽക്കത്തയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനിയും ഒട്ടനവധി പോയിന്റുകൾ ഉണ്ട്. എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്താൻ നിന്ന ക്ലാസ് ഇങ്ങനെ തീരാതെ ഇങ്ങനെ പോകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകൾ കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന നോട്ടിനോടൊപ്പം കൂട്ടിച്ചേർക്കുക. ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്ത് വിവരം കിട്ടിയാലും നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന നോട്ടിനോടൊപ്പം എന്ത് ചെയ്യണം? നമുക്ക് പ്രത്യേകിച്ച് ഓരോ വിഷയത്തിനും ഓരോ ബുക്ക് അല്ലെങ്കിൽ പേപ്പർ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനോടൊപ്പം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ എഴുതി ചേർക്കുക. ഞാൻ കളക്ട് ചെയ്ത കുറച്ച് വിവരങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് വാദിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കളക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ പറയാത്ത എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിലും. ഓക്കെ, അപ്പോൾ ക്ലാസ് നന്നായി മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.